ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനുള്ള നീക്കം നടത്തുള്ളൂ. അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചെന്ന് വാർത്തകൾ പുറത്തുവരുന്നു. നേരത്തെ പിണറായി സർക്കാർ ഉപേക്ഷിച്ച ഒരു പദ്ധതി എന്ന രീതിയിലാണ് ഇത് ചർച്ചയായിരുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ തീരുമാനത്തിലേക്ക് പോയത്? എന്താണ് അതിൻ്റെ പ്രായോഗിക വശം? അതിൻ്റെ പ്രായോഗിക പ്രശ്നം 10 വർഷമായിട്ട് ബസ് വാങ്ങിയില്ല എന്നുള്ളതാണ്. വാങ്ങിയ ബസ്സുകളെല്ലാം പഴുതായി. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ 3 ഇരട്ടിയെല്ലാം ചാർജ് കൊടുത്ത് കേരളത്തിലേക്ക് വരുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല ബസ്, കഴിയുന്നതും എയർ കണ്ടീഷൻ ബസ്സുകൾ എടുത്ത് ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ, 4000 രൂപ, 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ബസ് എടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബസ്സുകൾ തരാൻ തയ്യാറുള്ള ആളുകളോട് ഞാൻ ഈ മാധ്യമത്തിൽ കൂടെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്, നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ ഈ ഓണക്കാലം തന്ന് തരികയാണെങ്കിൽ ഞങ്ങൾ അതാത് ദിവസത്തെ കളക്ഷൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അത്രയും വിശ്വാസം KSRTC കുറിച്ച് ആളുകൾക്കില്ലാത്ത പ്രശ്നമുണ്ട്. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. KSRTC ഇപ്പോൾ കറണ്ടായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിലും സാധാരണ 100 കണക്കിന് ബസ് KSRTC വാങ്ങിയിട്ട് അത് ഇതാണ് ചെയ്യാറ്. അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരാറിന് തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ തീർത്ഥാടകരുടെ ആ വലിയ തിരക്കിനോട് നീതി പുലർത്താൻ കഴിയില്ല എന്നൊരു പ്രശ്നം. അപ്പോൾ അതൊരു ഓപ്പണായിട്ട് നമ്മൾ ടെൻഡർ ബസ്സുകൾ ഇല്ലാത്തതാണോ അതോ ഉള്ള ബസ്സുകളുടെ തകരാറ് പരിഹരിക്കാത്തതാണോ? എന്താണ് പ്രശ്നം? ഏത് ബസ്സും കുറച്ച് കഴിയുമ്പോൾ ഇത് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കത്തിന്റെ ഒരു പ്രാരംഭഘട്ടമാണ് എന്ന വിമർശനം കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പറയും. സ്വകാര്യവൽക്കരണ നീക്കത്തിന്റെ ഭാഗമാണ് പറയുന്നവർ ഞാൻ തടസ്സമെല്ലാം പറയാം. ശ്രീ പ്രിയദർശിനി ടിക്കറ്റ് അതുകളിൽ പുരുഷന്മാർക്ക് കൊടുക്കുന്ന സംഭവമാണ്. അത് അബദ്ധം പറ്റിയെന്നൊക്കെ ആദ്യം കണ്ടക്ടർമാർ പറഞ്ഞത്. ഇപ്പൊ അത് വീണ്ടും അതിൽ അബദ്ധത്തിന് കുറച്ച് ദിവസം കൊടുത്തിരുന്നു. അങ്ങനെയുണ്ടല്ലോ, പുതിയൊരു കാര്യമല്ലേ. ഇനി അബദ്ധമാണോ അല്ലേ എന്നുള്ളതൊന്നും നോട്ടമില്ല. ഉടനെ സസ്പെൻഷനായിരിക്കും. ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത് അങ്ങേയറ്റം പോപ്പുലറായിട്ടൊരു പ്രോജക്റ്റാണ്, പദ്ധതിയാണ്. ഇത് KSRTCയുടെ പദ്ധതിയല്ല, ഇത് സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിയെ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കും. സസ്പെൻഷനും പിന്നീട് വളരെ വേഗം ഡിസ്മിസലിലേക്കും. ഈ ഓവർലോഡിന്റെ ഒരു പ്രശ്നം ഈ പ്രിയദർശിനി പല സ്ഥലത്തും സ്ത്രീകൾ കയറുന്നതുകൊണ്ടുള്ള പ്രശ്നം വരുന്നത് എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ കഴിയുന്നത്? ആളുകൾ ആദ്യഘട്ടത്തിൽ വളരെ തരത്തിൽ കയറുന്നുണ്ട്. അത് പുതിയ യാഥാർത്ഥ്യമാണ്. അവരോട് നിങ്ങൾ കയറ്റില്ല എന്ന് പറയാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിലില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓടിക്കുകയും ശ്രദ്ധിച്ച് നല്ല രീതിയിലാണ് നമ്മൾ കുറച്ച് കണ്ടക്ടർമാർ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ KSRTC ജീവനക്കാരെ അടച്ചാക്ഷേപിക്കാനൊന്നും ഞാനില്ല. കാരണം അവരേതാണ്ട് 80% സ്ത്രീ യാത്രക്കാരധികമാണ്. അപ്പോൾ അവരോടൊക്കെ വളരെ മാന്യമായ തരത്തിലും നല്ല രീതിയിലും അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ പരിപാടി വിജയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുമായി സഹകരിക്കുന്ന 99% അല്ലെങ്കിൽ അതിലധികം വരുന്ന ജീവനക്കാരോടും എനിക്ക് അവരോട് വളരെ സ്നേഹമാണുള്ളത്, നന്ദിയാണുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.